നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 2025 നവംബർ 14 വെള്ളി. നവംബർ പെൻഷനായ 2000 രൂപയും കഴിഞ്ഞ മാസത്തെ കുടിശ്ശികയായ 1600 രൂപയും കൂടി 3600 രൂപ എന്നാണ് ലഭിക്കുക. പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചതുകൊണ്ട് പെൻഷൻ വിതരണത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ, അനിശ്ചിതത്വമുണ്ടോ? അതുപോലെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ച വീട്ടമ്മ പെൻഷനായ 1000 രൂപ എന്ന് മുതലാണ് ലഭിക്കുക? എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? ആർക്കെല്ലാമാണ് ലഭിക്കുക? മുടങ്ങിക്കിടക്കുന്ന തൊഴിലാളി ക്ഷേമനിധി വകുപ്പിൽ ലഭിക്കുന്ന പെൻഷൻ എന്നാണ് ലഭിക്കുക? എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളെക്കുറിച്ചും രാഷ്ട്രീയപരമായ കാര്യങ്ങളെക്കുറിച്ചും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത്? 1600 രൂപയാണെങ്കിൽ 1600 രൂപ എന്നും, അതല്ലെങ്കിൽ 1300 ആണെങ്കിൽ 1300 എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ മാസമാണ് സർക്കാർ പ്രഖ്യാപിച്ചത് 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി അങ്ങോട്ട് 2000 രൂപയാണ് ലഭിക്കുക എന്നുള്ളത്. നമുക്കറിയാം, നവംബർ മാസത്തിലെ പെൻഷൻ വിതരണം സാധാരണഗതിയിൽ 20-ാം തീയതി ലഭിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. അന്ന് 2 മാസത്തെ പെൻഷൻ ലഭിക്കും. കഴിഞ്ഞ മാസത്തെ കുടിശ്ശികയും ഈ മാസത്തെ പെൻഷനും കൂടി 3600 രൂപ അവർക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ചില വീഡിയോസുകൾ കാണുന്നുണ്ട്, ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്, ഇലക്ഷൻ ആയതുകൊണ്ട് പെൻഷൻ വിതരണം ചിലപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ലഭിക്കുക, അതല്ലെങ്കിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷനെ ബാധിക്കുമെന്നുള്ള കാര്യമെല്ലാം. നമുക്കറിയാം, സർക്കാർ എല്ലാ വർഷവും നൽകുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇലക്ഷൻ തടസ്സമുണ്ടാവുകയില്ല. അതിന് ഇലക്ഷൻ കമ്മീഷന് സമ്മതം ആവശ്യമുണ്ടെങ്കിൽ പോലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നാണ് തന്നെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നമുക്കത് ഏതായാലും 20-ാം തീയതി 22-ാം തീയതി തന്നെ നമ്മുടെ പണം അക്കൗണ്ടുകളിലും കൈകളിലും എത്തുന്നതാണ്. അതുപോലെ തന്നെയാണ് തൊഴിലാളി ക്ഷേമനിധി വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ. ഏകദേശം ഇപ്പോൾ 1.5 വർഷത്തോളമായി പെൻഷൻ മുടങ്ങിയിട്ട്. നമുക്കറിയാം, നമ്മളൊരു പുതിയ വീടിന് നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമ്മോട് ഇപ്പോൾ തൊഴിലാളി ക്ഷേമനിധിയിലെ സെസ് അടക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ വീടുകൾക്കെല്ലാം അത് നോട്ടീസ് വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും തൊഴിലാളി ക്ഷേമനിധി വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ ഇപ്പോൾ 1.5 വർഷത്തോളമായി മുടങ്ങിക്കൊടുക്കുകയാണ്. ഇതിൽ പല ആളുകൾക്കും വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. ഈ ഒരു പെൻഷൻ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും പെൻഷൻ ലഭിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ട്. മറ്റ് പെൻഷൻ 600 രൂപ മാത്രം ലഭിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ എന്ന് മുതലായിരിക്കും ഈ ഒരു പെൻഷൻ വിതരണം തുടങ്ങിയെന്നാണ് ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടില്ല. ക്ഷേമനിധി വകുപ്പിൽ ആവശ്യത്തിന് പണമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ മുടങ്ങുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഡിസംബർ മാസത്തിൽ അവർക്ക് 1 മാസത്തെ പെൻഷൻ കുടിശ്ശിക ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്കറിയാം, അടുത്ത മാസമാണ് പഞ്ചായത്ത് ഇലക്ഷൻ. അത് കഴിഞ്ഞ് 2 മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ കൂടി തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പെൻഷൻ വിതരണമെല്ലാം കറക്റ്റായി തന്നെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഈ മുടങ്ങിക്കിടക്കുന്ന തൊഴിലാളി ക്ഷേമനിധി വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സർക്കാർ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച മറ്റൊരു കാര്യമായിരുന്നു വീട്ടമ്മമാർക്ക് പെൻഷൻ. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളോ സർക്കാരിൽ നിന്ന് ജോലിയോ ഇല്ലാത്ത ആളുകൾക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക. അതാത് സ്ഥാപനത്തിലെ പഞ്ചായത്തിലാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾ സ്ഥിരമായി താമസിക്കുന്ന പഞ്ചായത്ത് ഓഫീസിൽ ഇതിന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം വരികയാണ്. നാളെയോ മറ്റന്നാളോ കൂടി തന്നെ ഇതിൻ്റെ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്, ഓൺലൈൻ വഴിയാണോ അതല്ലെങ്കിൽ ഓഫ്ലൈൻ വഴിയാണോ അപേക്ഷ സമർപ്പിക്കണമെന്ന് അറിയാൻ സാധിക്കും. ഏതായാലും നമ്മുടെ ആധാർ കാർഡ്, നമ്മുടെ പ്രായം തെളിയിക്കുന്ന നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ SLC ബുക്ക്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് പോലത്തെ രേഖകൾ, നമ്മുടെ റേഷൻ കാർഡിൻ്റെ കോപ്പിയുമായി നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, ആർക്കെല്ലാമാണ് പെട്ടെന്ന് പെൻഷൻ അപ്രൂവൽ ആവുക എന്നതിനെക്കുറിച്ചെല്ലാം ഇതിൻ്റെ വിജ്ഞാപനം വരുന്നേയുള്ളൂ. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകൾ ലഭിക്കും. സർക്കാരിൽ നിന്നും ലഭിക്കുന്ന എങ്ങനെയുള്ള അറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുകയും ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.